പേഴ്സണാലിറ്റി ഡിസോർഡർ അല്ലെങ്കിൽ വ്യക്തിത്വ വൈകല്യം എന്ന് പറയുന്നത് ഒരു മെൻ്റൽ ഹെൽത്ത് കണ്ടീഷനാണ്. ഇതിൽ സാധാരണ സംസ്കാര രീതിയിൽ നിന്നും വ്യത്യസ്തമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ് ഈ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആൾക്കാർ. ആ ചിന്താരീതിയും പ്രവർത്തികളും കണ്ടിന്യൂസ്ലി അവർ ചെയ്തുകൊണ്ടിരിക്കും. അവർ ആ പർട്ടിക്കുലർ സിറ്റുവേഷനിൽ അവർ ആ രീതിയിൽ തന്നെ ആയിരിക്കും. ഒരു പാറ്റേൺ എന്ന് പറയും. അവർ കണ്ടിന്യൂസ്ലി അവർ സെയിം പാറ്റേണിലായിരിക്കും അവരുടെ തോട്ട്സും ബിഹേവിയേഴ്സും ഉണ്ടാവുക. അത് കണ്ടിന്യൂസ്ലി ഇങ്ങനെ പോകുമ്പോൾ അവരുടെ ഫാമിലി ലൈഫിനെ ചിലപ്പോൾ അത് ബാധിക്കും. അതുപോലെ അവരുടെ വർക്കിൽ ബുദ്ധിമുട്ടുകളുണ്ടാവും, റിലേഷൻഷിപ്പുകളിൽ ബുദ്ധിമുട്ടുണ്ടാവും. അതുപോലെ അവരുടെ പൊതുവേ അവരുടെ ലൈഫിൽ പല ഏരിയാസിലും അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള ചിന്താരീതികളും പ്രവൃത്തികളും ആയിരിക്കും അവർ ചെയ്യുന്നത്. അതിനാണ് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത്. പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള വ്യക്തികൾക്ക് വികാരങ്ങൾ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. അവരുടെ വികാരങ്ങൾ, മറ്റുള്ളവരുടെ വികാരങ്ങൾ മനസ്സിലാക്കാൻ അവർക്ക് ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ വിഷമങ്ങൾ സഹിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടാണ്. അവർക്കുണ്ടാകുന്ന ഡിസ്ട്രെസ്സും കാര്യങ്ങളൊക്കെ അവർക്ക് സഹിക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണ്. മറ്റുള്ളവരുടെ സൈഡിൽ നിന്ന് ചിന്തിക്കാൻ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ളതാണ്. മെയിനായിട്ട് ഈ 3 ക്യാരക്ടറിസ്റ്റിക്സ് പേഴ്സണാലിറ്റി ഡിസോർഡറിലുണ്ടാവും. വികാരങ്ങൾ മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും, വിഷമങ്ങൾ സഹിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും, മറ്റുള്ളവരുടെ സൈഡിൽ നിന്ന് ചിന്തിക്കാനുള്ള ബുദ്ധിമുട്ടും അവർക്ക് ഉണ്ടാവും. പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് 10 ടൈപ്പ് ഉണ്ട്. അതിനെ 3 ക്ലസ്റ്റേഴ്സ് ആയിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ക്ലസ്റ്റർ എ പേഴ്സണാലിറ്റി ഡിസോർഡറും, ക്ലസ്റ്റർ ബി, ക്ലസ്റ്റർ സി പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ്. ഇങ്ങനെ 3 തരത്തിൽ 10 പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ക്ലസ്റ്റർ എ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിൽ വരുന്ന 3 പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർക്ക് അൺയൂഷ്വൽ ആയിട്ടുള്ള തിങ്കിങ് പ്രോസസ്സായിരിക്കും അവർക്കുണ്ടാകുന്നത്. അത് കൂടുതലും സസ്പീഷ്യസ് ആയിട്ടുള്ള തിങ്കിങ് പ്രോസസ്സാണ് ക്ലസ്റ്റർ എ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയും. ക്ലസ്റ്റർ ബി പേഴ്സണാലിറ്റി ഡിസോർഡറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ ഭയങ്കര ഇമോഷണലും ഇമ്പൾസീവ് ആക്ടുകളും ഒക്കെ ചെയ്യുന്ന ആൾക്കാരായിരിക്കും. ഡ്രമാറ്റിക് ആയിട്ടുള്ള ബിഹേവിയേഴ്സൊക്കെ ചെയ്യുന്ന ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിൻ്റെ ഒരു കൂട്ടമാണ് ക്ലസ്റ്റർ ബി പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത്. ക്ലസ്റ്റർ സി പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിൽ അവർ കൂടുതൽ ആൻഷ്യസ്, ഫിയറിൽ ചിന്തിക്കുകയും വർക്ക് ചെയ്യുകയും ചെയ്യുന്ന പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സാണ് ക്ലസ്റ്റർ സി പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിൽ വരുന്നത്. അന്നേരം ഇങ്ങനെ മൊത്തത്തിൽ 10 പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഉണ്ട്. അന്നേരം വരുന്ന ദിവസങ്ങളിൽ ഓരോന്നും നമ്മൾ വ്യത്യസ്തമായി എടുത്ത് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതായിരിക്കും.